ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ള. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി. ആമേൻ, ആമേൻ. ബുദ്ധിക്കതീതമാം ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ. ആമേൻ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെ ഉള്ളത്. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ഓ അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ആമേൻ. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം. ഓ ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ. ആ വലിയ ബോധ്യത്തോടെ സാധ്യമേ, ഓ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെയുള്ള. ആമേൻ. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും, നിന്റെ നാമമെന്നും എൻ്റെ നാവ് ഘോഷിക്കും. ഓഹോ, നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും, നിന്റെ നാമമെന്നും എൻ്റെ നാവ് ഘോഷിക്കും. യേശുവേ നിരക്ഷകൻ ആത്തു പാടിയിടും ഞാൻ.
സാക്ഷിയായി ജീവിച്ചിടും. കണ്ണുനീരിൽ നിന്നും എൻ്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എൻ്റെ കാലുകളെ, കണ്ണുനീരിൽ നിന്നും എൻ്റെ കണ്ണുകളെ, വീഴ്ചയിൽ നിന്നും എൻ്റെ കാലുകളെ, മരണത്തിൽ നിന്നും എൻ്റെ പ്രാണനെ, സർവശക്തൻ ഹല്ലേലൂയ, മരണത്തിൽ നിന്നും എൻ്റെ പ്രാണനെ സർവശക്തൻ കരുണയാൽ വിടുവിച്ചു. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും നിന്റെ നാമമെന്നും. എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കാം. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും നിന്റെ നാമമെന്നും എൻ്റെ നാമം. നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും നിന്റെ നാമമെന്നും എൻ്റെ നാമുകോ. യേശുനാഥ നന്ദി എന്നും ഉള്ളം തുള്ളി പാടിടും നിന്റെ നാമമെന്നും എൻ്റെ നാമു ഘോഷിക്കും. ഓ യേശുവേ നീ രക്ഷകൻ, ആർത്തുപാടിടും ഞാൻ. യേശുവേ സാക്ഷിയായി, ഓ ഹല്ലേലൂയ, യേശുവേ നീ രക്ഷകൻ, ആമേൻ, ആർത്തുപാടിടും ഞാൻ. യേശുവേ ഇന്ന് പകരം പുതിയ ബലത്തോടെ ഹല്ലേലൂയ, സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ, സാധ്യമേ എല്ലാം സാധ്യമേ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ, സാധ്യമേ. ഓ കമനം തരദിഗരു ബലവിഷമരി കമനം തരദിഗരെ ഔഡവര ശാമന ജീവതുനിഗരമാലം തരദിഗതുനിഗരമോ അന്തര തീരവലം തര ജീവമനദിഗര ശമനേരം തരദിഗരെ ഉലിതന ഭവശിഗതുനമാലം തരദിഗമനം തരദിഗര ശമനേ ഉലിതന ഭവശിഗതുനമാലതിയാരു ബലക്ഷരദിഗമനം തരദിഗരെ അമനം ദിഗര ശബ്ദീരവലം തര ജീവതുനിഗരമാമാ ഉലിതന ഭവശിഗതുനമാലതിഗമനാഹം തര ജീവതുനിഗരമാ. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിശ്വാസത്തോടെ ആമേൻ സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഏറ്റു പറയാം. ധൈര്യത്തോടെ ആമേൻ, ആ വലിയ ബോധ്യത്തോടെ നമ്മുടെ ദൈവത്തെ ഇന്ന് പകൽ നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഴ്ത്തുന്നു കർത്താവേ, വാഴ്ത്തുന്നു ദൈവമേ, വാഴ്ത്തുന്നു ദൈവമേ, വാഴ്ത്തുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളെ കരങ്ങളെ ഉയർത്തി വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? അവൻ ദൈവം നമുക്ക് അനുകൂലമാണെങ്കിൽ രോഗശക്തികൾക്ക് നമുക്ക് പ്രതികൂലമാകാൻ കഴിയില്ല, മാനുഷിക ശക്തികൾക്ക് പ്രതികൂലമാകാൻ കഴിയില്ല. അവൻ സ്തോത്രം, അധികാരങ്ങൾക്ക് പ്രതികൂലമാകാൻ കഴിയില്ല. ദൈവം നമുക്ക് അനുകൂലമെന്ന് അവൻ അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ടെ. എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമായിരിക്കുകയാൽ അവൻ ഈ ഭൂമിയിൽ മറ്റൊന്നും എനിക്ക് പ്രതികൂലമായി നിൽക്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അവൻ സ്തോത്രം, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകൽ നമ്മുടെ മുമ്പിലുള്ള ഏത് ഇടർച്ചകളെയും, നമ്മുടെ മുമ്പിലുള്ള ഏത് പ്രതികൂലങ്ങളെയും അവൻ സ്തോത്രം മാറ്റിക്കളയുവാൻ ദൈവം നമുക്ക് അനുകൂലമായിട്ട് കൂടെയുണ്ട്. ആ കർത്താവിനോട് നമുക്ക് പറയാം, യേശുവേ ഹല്ലേലൂയ, എൻ്റെ സ്നേഹം, എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം, എൻ്റെ ആയുസ് അതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ്. അങ്ങയുടെ മുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ദൈവമക്കൾ ദൈവത്തിന് പിന്നെയും ആരാധന അർപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പിന്നെയും അല്പസമയം കൂടി നമ്മുടെ ഉള്ളം പകർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. എൻ്റെ ധനവും മാനമില്ല, നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ ധനവും മാനമില്ല, നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. ഹല്ലേലൂയ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. ഒരിക്കൽ കൂടെ എല്ലാവരും പാടാം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. എന്നെ മുറ്റും തരും നീതാ. ഇന്ന് പകൽ ആരാധനയോടെ ദൈവമുമ്പാകെ സമർപ്പിച്ച ദൈവത്തിന്റെ ജനം കരങ്ങളെ തട്ടി ഒരു പ്രാവശ്യം കൂടി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനായി നമ്മെ തന്നെ നമുക്ക് ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. നമ്മുടെ ആയുസ് എത്രയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പ്രിയരെ. മാത്രമെന്നുള്ള തീരുമാനത്തോടെ ഇന്ന് പകൽ ഈ ആരാധനയെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്. ആമേൻ. ഞങ്ങളുടെ ജീവിതകാലത്ത് കർത്താവ് ഒരവസരം ഇങ്ങനെ നൽകി തന്നതുകൊണ്ട് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടെ ഞങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളെ തീർക്കണമേ. കടന്നു വന്ന അങ്ങയുടെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. Praise be the name of our Lord and Savior Jesus Christ.
നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. What a wonderful joy to see you all in the presence of God. ദൈവസന്നിധിയിൽ നിങ്ങൾ എല്ലാവരെയും കാണുവാൻ കഴിയുന്നത് എത്ര സന്തോഷകരമാണ്. God has been so good to us. ദൈവം നമുക്ക് കഴിഞ്ഞ ആളുകളിൽ നല്ലവൻ തന്നെയായിരുന്നു. In spite of the pandemic which affected the entire world, but God has been so good to us. We had some of the homegoing surveys, some homegoing things happening a couple of months back, but still God kept each and every members of our church safe, hale and healthy. ഈ കഴിഞ്ഞ നാളുകളിലുള്ള ഈ പകർച്ചവ്യാധിയുടെയൊക്കെ പ്രത്യേക പശ്ചാത്തലത്തിൽ ദൈവം നമ്മളെ അവിടെവിടങ്ങളിലായ ദിശകരമായി കാത്ത ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ചിലരൊക്കെ ചില നാളുകൾക്ക് മുമ്പ് നമ്മെ വിട്ട് പിരിഞ്ഞുവെങ്കിലും ഈ ദിനങ്ങളിൽ അതിൻ്റെ നിമിത്തമുള്ള ബുദ്ധിമുട്ടുകൾ നിമിത്തമൊന്നും നമ്മുടെ പ്രാണൻ ആർക്കും ദോഷം വരാതെ പരിപാലിച്ച ദൈവത്തിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Today, this Sunday also, God gave us this time to come and worship and celebrate in the presence of God. ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന് കർത്താവിൽ സന്തോഷിക്കുവാൻ അവനിൽ ആനന്ദിപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. How much more you spend time with God, it's not enough. We need to spend more time with God. ഓരോ സമയവും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ ഇനിയും കൂടുതൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്. Yeah. Before we go on to the worship, we just had a break. We will have worship again. Before we go on to the worship, a small word of reminder, and we go on with the worship. ആമേൻ. ദൈവത്തെ ആരാധിക്കുവാൻ വീണ്ടും നാം സമയം വേർതിരിക്കും അല്പസമയത്തിന് ശേഷം. അതിനു മുമ്പായി നിങ്ങളുടെ മുമ്പിൽ ഒരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. In the book of Zechariah, chapter 1, verse 8. The book of Zechariah, chapter 1, verse 8. It's a prophetic book, and this is very important in our personal scenario. സഖറിയ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം അതൊരു പ്രാവചനിക പുസ്തകമാണല്ലോ. ആ വാക്യം നമ്മളോട് വളരെയധികം ആമേൻ പ്രസക്തമായ വചനഭാഗമാണ്. അതുകൊണ്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. Book of Zechariah, chapter 1, verse 8. It says, every word which has been there, it's so impressing, it's so unique, it attacks, it is so contemporary to our present scenario. നമ്മുടെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു വചനഭാഗമാണ് ഈ വാക്യം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആ വചനം ഓർമ്മിപ്പിക്കുന്നത്. I saw by night, and behold, a man riding on a red horse, and it stood among the myrtle tree in the hollow, and behind him were horses, red, sorrel, and white. 8-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ രാത്രിയിൽ ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. അവൻ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്ന് അവൻ്റെ പിമ്പിൽ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു അവൻ്റെ പിമ്പിൽ ചുവപ്പും കുരാൽ നിറവും വെണ്മയുമുള്ള കുതിരകൾ ഉണ്ടായിരുന്നു. I saw by night. ഞാൻ രാത്രിയിൽ ഒരു ദർശനം കണ്ടു. The man of God is getting a vision of God at night. ദൈവത്തിന്റെ ദാസന് രാത്രിയിൽ ദൈവികമായ ഒരു ദർശനം ഉണ്ടാവുകയാണ്. Why it is so night God is giving a vision? There is a message for that also. രാത്രിയിൽ എന്തുകൊണ്ടാണ് ദൈവം ഈ ദർശനം കൊടുക്കുന്നത്? അതിനകത്തും ഒരു സന്ദേശമുണ്ട്. In another words, be prepared for God's visitation at any time of your life. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജീവിതത്തിൽ ദൈവികമായ അത്തരത്തിലുള്ള ഇടപെടലിന് വേണ്ടി ജീവിതത്തിന്റെ ഏതു സമയവും നമ്മൾ തയ്യാറുള്ളവരായിരിക്കണമെന്നാണ്. Don't think that God will visit you only during the Sunday service. ഞായറാഴ്ച ആരാധനയിൽ മാത്രമാണ് ദൈവം എന്നെ സന്ദർശിക്കാൻ പോകുന്നതെന്ന മുൻവിധി നമുക്ക് ആർക്കും വേണ്ട. Don't think that only in the morning God will visit you. രാവിലെ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ മാത്രമാണ് ദൈവം നമ്മെ സന്ദർശിക്കുന്നതെന്ന ചിന്തയും നമുക്ക് വേണ്ട. When you are deep asleep in your comfortable bed, God will wake you up and give you a vision. നമ്മൾ രാത്രിയിൽ സുഖമായി ഉറങ്ങുമ്പോഴും ദൈവത്തിന് നമ്മെ തട്ടി ഉണർത്തി ഒരു സന്ദേശം കൈമാറുവാൻ കഴിയും. Because God is always in the business. കാരണം ദൈവം എല്ലായ്പ്പോഴും തന്റെ പ്രവർത്തികളിൽ കർമ്മനിരതനാണ്. And let me say this morning time, get ready in the tune of God, in God's business, every time, 24/7. God is wanting to speak to his people. ദൈവത്തിന് ഇന്ന് പകൽക്കാലവും ജീവിതത്തിന് നമ്മുടെ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളിലും തനിക്ക് നമ്മോട് ചിലത് പറയുവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ 24 മണിക്കൂറും നാം കരുതലും
ശ്രദ്ധയുമുള്ളവരായി കാത്തിരിക്കണം. 24/7 we need to have an attitude saying, God, speak to me, I'm there to hear your word. ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും കർത്താവേ എന്നോട് നീ സംസാരിക്കണമേ, ഞാനിതാ ഒരുക്കമുള്ളവനാണ് എന്ന മനോഭാവത്തോടെ നാം തുടരണം. Here the prophet of God, he's getting a vision by night. ഇവിടെ ഇതാ പ്രവാചകന്റെ രാത്രിയിൽ ഒരു ദർശനം ലഭിക്കുന്നു. And over there it says that there is a man, he is riding on the horse and he's standing over there among the myrtle tree. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന മനുഷ്യൻ അവിടെ ചോലയിലെ കൊഴുന്തുകളുടെ ഇടയിൽ നിന്നു എന്നാണ്. This man of God is standing among the myrtle tree. ഇവിടെ കൊഴുന്തുകളുടെ ഇടയിൽ നിൽക്കുന്നവനായിട്ടാണ് ഈ കുതിരപ്പുറത്തുള്ള മനുഷ്യനെ നമ്മൾ കാണുന്നത്. What is this myrtle tree? എന്താണ് ഈ കൊഴുന്തുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Myrtle tree is it's a shrub, 25 feet maximum it grows. 25 അടികൾ അല്ലെങ്കിൽ അടി നീളം വരെ വളരുന്ന ഒരു പ്രത്യേക ചെടിയാണ് ഈ കൊഴുന്തെന്ന് പറയുന്നത്. It has a good fragrance. അതിന് മനോഹരമായ ഒരു സുഗന്ധം പരത്തുവാനുള്ള കഴിവുണ്ട്. It has berries which is edible, which people can eat. നമുക്ക് അതിന് ഭക്ഷ്യയോഗ്യമായ ഒരു പ്രത്യേക ഇനം വിത്ത് അതിൽ കായ്ക്കാറുണ്ട്. And the oil of this myrtle tree is a fragrant oil. ആ പ്രത്യേക വിത്തിന്റെ എണ്ണ ആട്ടിയെടുക്കുന്നത് വളരെ മനോഹരമായ സുഗന്ധ തൈലമാണ്. In other words, this myrtle tree outside, when you look at the daytime, it's so beautiful. മറ്റൊരു വാക്കിൽ ഈ പറയപ്പെട്ട കൊഴുന്തുകൾ പകൽവേളകളിൽ വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് അതിന്റെ കാഴ്ച. It gives a beautiful fragrance. അത് മാത്രമല്ല അത് നിൽക്കുന്ന സ്ഥലത്ത് വളരെ സുഗന്ധപൂരിതമായ അന്തരീക്ഷമുണ്ട്. But this myrtle tree this vision is during the night time. എന്നാൽ ഇവിടെ അദ്ദേഹം കൊഴുന്തുകളെ കാണുന്നത് രാത്രി സമയത്താണ്. And what is this myrtle tree? എന്താണ് ഇവിടെ പരാമർശിക്കുന്ന ഈ കൊഴുന്തുകൾ? This myrtle tree symbolizes the church. അത് ദൈവസഭയെ കാണിക്കുകയാണ്. And this church is in the darkness. സഭ അന്ധകാര നിബിഡമായ ഒരു അനുഭവത്തിലൂടെ പോവുകയാണ്. In other words, a darkness is covering that place. മറ്റൊരു വാക്കിൽ ആ ദേശത്തെ മുഴുവൻ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. In other words, the beauty of the church people are not able to see. The beauty of the church people are not able to see. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സഭയുടെ മനോഹാരിത ആളുകൾക്ക് ദൃശ്യമല്ലാത്ത ഇരുട്ട് അവിടെ ബാധിച്ചിട്ടുണ്ട്. The fragrance people are not able to smell. അവിടെ നിന്ന് പുറപ്പെടുന്ന സുഗന്ധം ആർക്കും ഗ്രഹിക്കാനോ അനുഭവിക്കാനോ കഴിയാത്ത അന്തരീക്ഷമാണ്. The anointing oil which flows from the church is not, people are not able to experience. സഭയിൽ നിന്ന് പുറത്തേക്ക് വരേണ്ട അഭിഷേക തൈലത്തിന്റെ അനുഭവം ആർക്കും പ്രാപിക്കാൻ കഴിയുന്നില്ല. And that is the time the vision of God is coming to this man. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ പ്രവാചകന് ദൈവികമായ ദർശനം ഉണ്ടാകുന്നത്. Let me say, my dear brethren, it speaks out a message to the contemporary church in this generation. ഈ തലമുറയിലുള്ള ദൈവസഭയുടെ ആനുകാലിക പ്രസക്തമായ ഒരു സന്ദേശമാണ് ഈ വചനഭാഗം ഇന്ന് പകൽ നമ്മോട് കൈമാറുന്നത്. The church has a glorious past. ദൈവസഭയ്ക്ക് ഒരു മനോഹരമായ മഹത്വപൂർണമായ പഴയകാലമുണ്ട്. God intervened during those days. ആ കാലങ്ങളിൽ ദൈവസഭയിൽ ദൈവം അതിശയകരമായി ഇറങ്ങി വന്ന് ഇടപെട്ടിരുന്നു. We read in the books of the history, the Azusa Street, the Tropicana revival. What to say? The revival happened in the Pandit Ramabai's ashram. നമുക്കറിയാം, ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ സഭാ ചരിത്രത്തിൽ അസൂസ സ്ട്രീറ്റിലും പണ്ഡിറ്റ് രമാഭായിയുടെ കാലത്ത് നമ്മുടെ ഭാരതത്തിലും ഒക്കെ നടന്ന വലിയ ഉണർവുകളുടെ ചരിത്രം നമുക്ക് ഓർമ്മയുണ്ട്. What to say? We know the tradition, we know the history. This same Kerala land, the powerful move of the Holy Spirit in some of the churches, in some of the areas in the southern part of Kerala. നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റങ്ങളിൽ നമ്മുടെ കേരള ചരിത്രം പഠിച്ചാൽ തന്നെ നിരവധി ഉണർവുകൾ നടന്നതായി കാണുവാൻ കഴിയും. ശക്തമായ ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട ആ പൂർവ്വകാലങ്ങളെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. What to say? In 1930s, when you study the history, a move of God happened in Kannur and some parts of Wayanad. കണ്ണൂരിന്റെ പലയിടങ്ങളിലും വയനാടിന്റെ ചില ഭാഗങ്ങളിലുമൊക്കെ 1930കളിലും വലിയ ഉണർവുകൾ നടന്ന ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. The church had a glorious past. ദൈവസഭയ്ക്ക് മഹത്വപൂർണമായ ഒരു പഴയ ചരിത്രം പറയാനുണ്ട്. Where people used to come and receive
the blessings from God. ദൈവസഭയിൽ നിന്നും അഥവാ ദൈവസന്നിധിയിൽ വന്ന് അനുഗ്രഹങ്ങൾ ജനം പ്രാപിച്ചു മടങ്ങിയ ആ കാലങ്ങൾ. It was known as faith home. ആമേൻ. വിശ്വാസ ഭവനങ്ങൾ എന്ന് ആമേൻ സഭാ മന്ദിരങ്ങൾ അറിയപ്പെട്ട Where കാലം. people moved in faith. ആമേൻ. ആളുകൾ വിശ്വാസത്തോടെ അവിടേക്ക് ഒഴുകിയെത്തിയ Where കാലം. people, what sick people used to come and people will pray together and the sickness will move away. ആളുകൾ ഒരുമിച്ച് കൂടി ദൈവസഭയിൽ പ്രാർത്ഥിച്ചിരുന്നു. ആ കാലത്ത് രോഗങ്ങൾ അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചിരുന്നു. People used to speak, not only speak in tongues, interpret prophecy. Any demon possessed people, you will come and the demons will run away out of the church. ആളുകൾ അന്യഭാഷയിൽ സംസാരിക്കുക മാത്രമല്ല അതിന് വ്യാഖ്യാനപരം പ്രാപിച്ചിരുന്നു. പ്രവചന ശുശ്രൂഷ നിർവഹിച്ചിരുന്നു. ഭൂതബാധിതർ കടന്നു വന്നാൽ അവർ തൽക്ഷണം സൗഖ്യം പ്രാപിച്ച് മടങ്ങിയിരുന്നു ആ നാളുകളിൽ. The church had a glorious past. ദൈവസഭയ്ക്ക് മഹത്വപൂർണമായ ഒരു പഴയ കാലമുണ്ടായിരുന്നു. People were hunger for God. ആളുകൾ ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവരായിരുന്നു. All they wanted more for God. ദൈവത്തിന് വേണ്ടി വലിയ ദാഹമുള്ളവരായി കൂടുതൽ ആമേൻ താല്പര്യത്തോടെ വന്നിരുന്നു. But now, എന്നാൽ ഇപ്പോൾ church is in the shadow situation. എന്നാൽ ദൈവസഭ ഇന്ന് അന്ധകാരം മൂടിയതുപോലെ നിഴലിൽ മറഞ്ഞിരിക്കുകയാണ്. People won't want to talk about Holy Spirit. ആളുകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുവാൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാലം. People don't want, young generation, they don't want Holy Spirit impartation. പരിശുദ്ധാത്മ പകർച്ചയ്ക്ക് വേണ്ടിയുള്ള കൊതി യുവജനങ്ങളിൽ കുഞ്ഞുങ്ങളിൽ നഷ്ടമാകുന്ന ഒരു കാലഘട്ടം. Let me say the church needs to come back to the glorious past. ഞാൻ പറയട്ടെ, സഭ ആ പഴയ മഹത്തരമായ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതായിട്ടുണ്ട്. The church needs to come back to the glorious past. ദൈവസഭ ആ മഹത്തരമായ പഴയ നാളുകളിലേക്ക് തിരികെ പോകേണ്ടതുണ്ട്. The church was born in fire. We cannot live in smoke. ദൈവസഭ അഗ്നിയിൽ കുരുത്തതാണ്. അതിന് പുകമറയ്ക്കുള്ളിൽ കഴിയാനാവില്ല. We are the people of fire. നാം അഗ്നിയുടെ അഭിഷേകത്തിന്റെ വക്താക്കളാണ്. But right now we are living in smoke. എന്നാൽ ഇന്ന് നമ്മൾ പലപ്പോഴും പുകമറയ്ക്കുള്ളിൽ കഴിയുകയാണ്. Let me say the fire people need to move in fire. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ജനം ആത്മാവിന്റെ അഗ്നിയിൽ കത്തി ജ്വലിച്ച് നടക്കുന്നവരായി മാറണം. It's not only during after the end of one song you fill with the Holy Spirit, but before you come to the house of God, be filled in the Holy Spirit and you come to the house of God. ആലയത്തിൽ കടന്നു വന്ന ഒരു പാട്ട് പാടി അതിന്റെ ഒടുവിലത്തെ സമയമാകുമ്പോൾ ഉണ്ടാകുന്ന ആത്മിക ഉണർവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആലയത്തിൽ വരുമ്പോഴേ ദൈവസഭ ആത്മാവിൽ കത്തി ജ്വലിച്ച് ആലയത്തിൽ വരുന്നവരായി അവൻ മടങ്ങി പോകുന്നവരായി ഇടയാകണം. Hallelujah! Hallelujah! The people should be so filled, the demons should run away. They should be scared to enter the church. ആമേൻ. ആളുകൾ ആത്മനിറവിൽ അങ്ങനെ കത്തി ജ്വലിച്ചാൽ ആലയത്തിലേക്ക് അശുദ്ധാത്മാക്കൾ കടന്നു വരുവാൻ ഭയപ്പെടും. അത് വിറയ്ക്കുവാനിടയാകും. I tell you, my dear brethren, ഞാൻ നിങ്ങളോട് ഇന്ന് പകൽ പറയട്ടെ I പ്രിയമുള്ളവരെ, want to see a powerful move in the church. ദൈവസഭയ്ക്കകത്തൊരു ശക്തിയേറിയ ചലനം കാണുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want to see the young generation moving out in fire. ആമേൻ. നമ്മുടെ യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ ആത്മാവിന്റെ നിറവോടെ ചലിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to see that they lay hands on the sick and the sick get healed. ആമേൻ. കരങ്ങൾ വെക്കുമ്പോൾ തന്നെ രോഗങ്ങൾ സൗഖ്യമാകുന്ന അത്ഭുത ദൈവ സാന്നിധ്യം കാണുവാൻ ഞാൻ There's ആഗ്രഹിക്കുന്നു. a powerful anointing in the church, but it has to come out. ആമേൻ. ദൈവസഭയ്ക്കകത്ത് അത്തരം ശക്തമായ ഒരു അഭിഷേകമുണ്ട്. അത് ഈ നാളുകളിൽ അവൻ പുറപ്പെട്ടു വരുവാനിടയാകട്ടെ. Hallelujah! Hallelujah! Can somebody raise their hand and shout hallelujah? കരങ്ങളെ ഉയർത്തി കർത്താവിന് ഒരുമിച്ച് മഹത്വം കൊടുക്കാം. Hallelujah! ഹല്ലേലൂയ. On verse 12 it says, 12ാം വാക്യം ഇവിടെ വായിക്കുന്നു. the angel of the Lord answered and said, യഹോവയുടെ ദൂതൻ മറുപടിയായി പറഞ്ഞത് ഇങ്ങനെയാണ്. O Lord of hosts, സൈന്യങ്ങളുടെ യഹോവേ, how long will you not have mercy on them? അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. 70 സംവത്സരം നീ ക്രുദ്ധിച്ചിരുന്ന യെരൂശലേമിനോടും യഹൂദ പട്ടണങ്ങളോടും നീ എത്രത്തോളം കരുണ കാണിക്കാതിരിക്കുമെന്ന് In ചോദിച്ചു. other words, we can see an intercession for the church. മറ്റൊരു വാക്കിൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. We can see a prayer, oh God, intervene for your people. കർത്താവേ, അങ്ങയുടെ ജനത്തോട് അങ്ങ് ഇടപെടണമേ എന്നുള്ള ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. Let me say, many times, many years and many months have passed by. We are praying for our own self. ആമേൻ. നമ്മൾ നിരവധി വർഷങ്ങളായി, ആമേൻ, അനേക നാളുകളായി തന്നെ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. Oh, bless me, bless my family, bless my child, bless my daughter, bless their education, bless their business. We have many prayers of blessing.
നമുക്ക് വേണ്ടി കർത്താവേ എൻ്റെ കുടുംബത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ബിസിനസ്സിനെ, എൻ്റെ ജോലിയെ അനുഗ്രഹിക്കണമേ എന്ന് ദീർഘനാളുകളായി നമുക്ക് വേണ്ടി തന്നെ കഴിച്ച പ്രാർത്ഥനകൾ ഓർമ്മയുണ്ട്. It's a time to again pray back for the church. ആമേൻ. ദൈവസഭയ്ക്ക് വേണ്ടി നാം വീണ്ടും ആ പ്രാർത്ഥന നടത്തേണ്ട സമയമാണ്. It's again to bow our knees for the church. ദൈവസഭയ്ക്ക് വേണ്ടി വീണ്ടും മുഴങ്കാൽ മടക്കേണ്ട നാളുകളാണിത്. It's again to intercede for God's people. ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥ അണച്ച് പ്രാർത്ഥിക്കേണ്ട നാഴികകളാണിത്. It's again to say, God, remove this lukewarm from us. കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ഈ ശീതോഷ്ണവാനായ അവസ്ഥ മാറ്റി എന്നെ ഒന്ന് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട നാളുകളാണ്. Not only me but my people. കർത്താവേ, ഇത് എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. God, you lift us up, oh God. കർത്താവേ, ഞങ്ങളെ ഉയർത്തണമേ എന്നുള്ള പ്രാർത്ഥന. Oh, we pray unto you, Lord, intercede for the church. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ ജനത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. Oh, we need to intercede for the church. ദൈവസഭയ്ക്ക് വേണ്ടി നാം മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കേണ്ട നാഴികകളാണ്. When we pray like that, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ verse 16 God says, 16-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, I'm returning to Jerusalem. ആമേൻ. I'm returning to Jerusalem. ഞാൻ യെരുശലേമിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. When there is somebody to intercede for God, ദൈവസഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥിക്കുവാൻ ചില ആളുകൾ തയ്യാറാകുമ്പോൾ God says, I will return. ആമേൻ. ദൈവം പറയുന്നു, ഞാൻ മടങ്ങി വരും. Today, this morning time, I say God is looking for intercessors. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനക്കാരെ ദൈവം ഇന്ന് പകൽക്കാലം നോക്കുകയാണ്. Oh, intercede for the church. ദൈവസഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുക. When you intercede for the church, ദൈവസഭയ്ക്ക് വേണ്ടി നിങ്ങൾ ആ വിധം പ്രാർത്ഥിക്കുമ്പോൾ God will use you and make you established, and through your prayer God says, I will return. ആമേൻ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അത്ഭുതകരമായ മറുപടി കൽപ്പിക്കുന്ന ദൈവമാണ്. അവൻ പറയുന്നു, ഞാൻ മടങ്ങി വരുന്ന ദൈവമാണ്. Many times we say, oh God, why we need to intercede? It's very important. Intercession is very important. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആ കാര്യം ഓർമ്മിപ്പിക്കുന്നു. We need to intercede for the church. ദൈവസഭയ്ക്ക് വേണ്ടി നാം മധ്യസ്ഥത അടയ്ക്കണം. And verse 17 it says, 17-ാം വാക്യം പറയുന്നു, my city shall again spread out through prosperity. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. My cities will again spread out with prosperity. എൻ്റെ പട്ടണങ്ങൾ ഇനിയും അഭിവൃദ്ധിയോടെ വിശാലത പ്രാപിക്കും. My cities, എൻ്റെ പട്ടണങ്ങൾ, which means it's not one city or two cities. അത് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു പട്ടണത്തെ കുറിച്ചോ രണ്ട് പട്ടണത്തെ കുറിച്ചോ മാത്രമല്ല. But it's my city. അത് എൻ്റെ പട്ടണത്തെ കുറിച്ചുമാണ്. Every city has a different culture. എല്ലാ പട്ടണങ്ങൾക്കും അതിൻ്റെതായ പശ്ചാത്തലമുണ്ട്. Every city has a different language. എല്ലാ പട്ടണങ്ങൾക്കും അതിൻ്റെതായ ഭാഷയുണ്ട്. Every city has a different background. എല്ലാ പട്ടണങ്ങൾക്കും അതിൻ്റെതായ പശ്ചാത്തലങ്ങളുണ്ട്. Every people has a different culture, different background, different language. എല്ലാ പട്ടണങ്ങൾക്കും എല്ലാ ജനതകൾക്കും അവരവരുടേതായ വ്യത്യസ്ത ഭാഷയും സംസ്കാരവും പശ്ചാത്തലവുമുണ്ട്. I will return for my people. ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ ജനത്തിലേക്ക് മടങ്ങി വരും. I will return for my people. ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി എൻ്റെ മുഖം തിരിക്കും. And my people will be prosperous. എൻ്റെ ജനം അഭിവൃദ്ധി ഹേതുവായി വിശാലത പ്രാപിക്കും. It's not talking about your physical or of your financial prosperity. ഇത് കേവലം നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ കുറിച്ചോ ഭദ്രതയെ കുറിച്ചോ അല്ല പറയുന്നത്. ഇവിടെ പറയുന്ന സാമ്പത്തിക പ്രോസ്പെരിറ്റിയെ കുറിച്ച് അല്ല. ഇവിടെ പറയുന്നത് സാമ്പത്തിക വളർച്ചയെ കുറിച്ച് അല്ലവേ അല്ല. It is talking about the spiritual birth happening in the church. ഇത് ദൈവസഭയ്ക്കകത്ത് നടക്കേണ്ട ആത്മിക ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. It's talking about the spiritual birth need to take place in the churches. ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകേണ്ട ആത്മിക ജനനങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത്. Let me say, my dear brother, and if in the church, if the spiritual growth is not happening, we are not prosperous. ആമേൻ. ദൈവജനമേ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ദൈവസഭയ്ക്കകത്ത് ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ലെങ്കിൽ, ആത്മിക വളർച്ച നാം പ്രാപിക്കുന്നില്ലെങ്കിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചിട്ടേ ഇല്ല. നമ്മൾ ദരിദ്രരാണ്. If the spiritual growth doesn't happen in the church. ദൈവസഭയ്ക്കകത്ത് ആത്മിക വർധന ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ദരിദ്രന്മാർ തന്നെയാണ്. അയ്യോ, ദരിദ്രന്മാരാണ് നമ്മൾ. We are down and down. We are not prosperous if spiritual birth is not happening in the church. ദൈവസഭയ്ക്കകത്ത് ആത്മിക ജനനങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ, ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വരുന്നില്ലെങ്കിൽ നമ്മൾ സമ്പന്നരല്ല, നമ്മൾ ദരിദ്രന്മാർ തന്നെയാണ്. We can live in a good house. We can fit the AC taking from any mall, and nowadays the AC is inverter AC. The current charge is also less. We can live in a comfortable place.
But that is not prosperity. ആമേൻ. നമുക്ക് വീട് മനോഹരമായി ശീതീകരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയും. കറണ്ട് ഇല്ലെങ്കിലും അതിന് സംവിധാനങ്ങൾ ഇന്നുണ്ട്. അങ്ങനെയുള്ള സമൃദ്ധികളൊക്കെ നമുക്കുണ്ടെങ്കിലും അവകാശപ്പെടാൻ പറയാനുണ്ടെങ്കിലും ഓർക്കുക, ദൈവസഭയ്ക്കകത്ത് ആത്മീക വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ, ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിയുന്നത്. Today the question I put it before you, my friend. ആ ചോദ്യം ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. Do you want to be prosperous? Or do you want to be poor? നിങ്ങൾ സമൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതോ ദരിദ്രരായി തുടരുവാൻ ഇഷ്ടപ്പെടുന്നുവോ? I say aim for prosperity. ആമേൻ. ഞാൻ പറയുന്നു ഇത് ആമേൻ ഒരു വർധനവിന്റെ സമയമാണ്. Aim for prosperity. ജീവിതത്തിൽ സമൃദ്ധിക്ക് വേണ്ടി ലക്ഷ്യം വെക്കുക. What is the prosperity? It talks about the spiritual birth happening in the churches. ദൈവസഭയ്ക്കകത്ത് ഉണ്ടാകുന്ന ആത്മാക്കൾ രക്ഷിക്കപ്പെട്ടു വരുന്ന അനുഭവത്തെയാണ് ഇവിടെ സമൃദ്ധി എന്ന് പറയുന്നത്. Every Sunday when you come, let your heart be rejoiced when you see the man, the woman, the child, the young man, the young lady whom you brought to the house of God. They are getting baptized. When you see that, let your hearts rejoice. If I seeing the things which you have brought, seeing the fruits which you have brought to the house of God. ഓരോ ഞായറാഴ്ചയും നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ ആമേൻ, പുതുതായി നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്ന വ്യക്തികൾ ദൈവസഭയിൽ വന്ന് ദൈവവചനം കേട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളം സന്തോഷിക്കുന്ന നിലവാരത്തിലേക്ക് സമൃദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരണം. Today God wants the church to come out. ദൈവസഭ പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. God wants the church to be prosperous. ദൈവസഭ സമൃദ്ധി പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Many times we are so comfortable in our day-to-day life. നമ്മുടെ അനുദിന ജീവിതത്തിലെ സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും സംതൃപ്തി അടഞ്ഞു പോകാറുണ്ട്. Sunday, when every day is off, we know that it is a Sunday. ആമേൻ. When everything is off, we know it is a Sunday. എല്ലാ കാര്യങ്ങളും കഴിയുമ്പോഴാണ് സൺഡേ ആണല്ലോ ഇന്ന് എന്ന് നമുക്ക് ഓർമ്മ വരിക. Let me say, the heart need to long for the combined worship. ആമേൻ. ഒരുമിച്ചുള്ള ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ ഉള്ളം എല്ലായ്പ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കട്ടെ. The heart need to long to see people getting saved. ആളുകൾ രക്ഷിക്കപ്പെടുന്നത് കാണുവാനുള്ള വാഞ്ച കൊണ്ട് നമ്മുടെ ഉള്ളം നിറയട്ടെ. It's not the duty of one or two person, but it's the duty of the entire church. The church needs to stand and say, God, visit us one more time so that your glory be evident. ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തിയുടെ ഉത്തരവാദിത്തമല്ല, ദൈവസഭയുടെ ഉത്തരവാദിത്തമാണ്. കർത്താവേ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നത് കാണുവാൻ ആമേൻ എൻ്റെ ഉള്ളം കൊതിക്കുന്നുവെന്നുള്ള പ്രാർത്ഥന നമുക്കുണ്ടാകട്ടെ. Let's say, God, one more time, visit us. We want to see your glory among us. ഒരിക്കൽ കൂടെ കർത്താവേ, ഞങ്ങളെ സന്ദർശിക്കണമേ. അങ്ങയുടെ മഹത്വം ഞങ്ങൾ കാണുവാൻ ഞങ്ങളുടെ ഉള്ളം കൊതിക്കുന്നു. Like the former days of our forefathers, you visit us, O God. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ആ പഴയ നാളുകളെ പോലെ ഞങ്ങളെ ഒരിക്കൽ കൂടെ അങ്ങ് സന്ദർശിക്കണമേ. Let's all stand upon our feet. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. I would say, let your heart burn with passion for God. കർത്താവിന് വേണ്ടിയുള്ള ആ തീഷ്ണത കൊണ്ട് നമ്മുടെ ഉള്ളം കത്തുവാനിടയാകട്ടെ. Let your heart burn with passion for God. കർത്താവിന് വേണ്ടിയുള്ള വാഞ്ച കൊണ്ട് നമ്മുടെ ഉള്ളം ആമേൻ ജ്വലിക്കുവാനിടയാകട്ടെ. Today pray for souls. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുക. Pray for souls. ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Hallelujah. Hallelujah. Let's close our eyes. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. Let's open our mouth and start praising God. നമ്മുടെ അധരങ്ങളെ തുറന്ന് അല്പസമയം ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് It's ആരംഭിക്കാം. not the time usual we have a worship and then we take that offering, but today God wants us to intercede for the souls. ആമേൻ. ഇന്ന് പകൽക്കാലം സാധാരണ നമ്മൾ ചെയ്തു വരുന്നത് പാട്ടുപാടി ഓഫറിംഗ് എടുക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ തന്നെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാക്കൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനുള്ള ഒരു സമയമായി ഇത് മാറുവാൻ You ആഗ്രഹിക്കുന്നു. can open your mouth, you can lift up your voice and pray and say, God, we need souls, oh God. കർത്താവിന്റെ സന്നിധി നമ്മുടെ അധരങ്ങളെ തുറന്ന് നമ്മുടെ പുറം കണ്ണുകൾ അടച്ച് കർത്താവിനോട് പറയാം, കർത്താവേ, ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ. You are free to bow your knees before God. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ. You can bow your knees before God if you wish. ആമേൻ. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. You can stand if you want. നിങ്ങൾക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ആ വിധം പ്രാർത്ഥിക്കാം. If you have a standing problem, you can sit and pray. ആമേൻ. നിങ്ങൾക്ക് നിൽക്കുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. But pray God for the souls. കർത്താവിനോട് ഉള്ളം നുറുങ്ങി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ. The heartbeat of
of master is for souls. ആമേൻ. ദൈവത്തിന്റെ ഹൃദയസ്പന്ദനം ആത്മാക്കളുടെ രക്ഷയാണ്. Today let it be our heartbeat. ആമേൻ. ഇന്ന് പകൽക്കാലം അതേ ഹൃദയവാഞ്ച നമ്മുടെ ഹൃദയവാഞ്ചയാകട്ടെ. Let's say, God, give me souls, oh God. കർത്താവിനോട് പറയാം, യേശുവേ ആത്മാക്കളെ തരണമേ. Oh, give us souls, oh Master. കർത്താവേ ഞങ്ങൾക്ക് ആത്മാക്കളെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. Oh, visit us one more time. കർത്താവേ ഞങ്ങളെ ഒരിക്കൽ കൂടെ സന്ദർശിക്കണമേ. Visit us, oh God, Master. കർത്താവേ ഞങ്ങളെ സന്ദർശിക്കണമേ. Our gracious Master. ഓ കരുണയുള്ള കർത്താവേ, We come to your presence one more time. ഒരിക്കൽ കൂടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരുന്നു. Visit us one more time, oh God. ഒരിക്കൽ കൂടെ അങ്ങ് ഞങ്ങളെ സന്ദർശിക്കണമേ. We need souls. ഞങ്ങൾക്ക് ആത്മാക്കൾ We വേണം. need souls. ഞങ്ങൾക്ക് ആത്മാക്കളെ We തരണം. don't have any other thing in our life. ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. Lord, visit us. കർത്താവേ ഞങ്ങളെ ഒന്നുകൂടി സന്ദർശിക്കണമേ. Lord, give us the passion. കർത്താവേ ആ വലിയ ആമേൻ ആത്മഭാരം ഞങ്ങൾക്ക് തരണമേ. Lord, move among us, O God, Master. കർത്താവേ ഞങ്ങളുടെ നടുവിൽ അങ്ങ് ചലിക്കണമേ. Lord, let your name be glorified. കർത്താവേ അങ്ങയുടെ നാമം ഞങ്ങളുടെ നടുവിൽ മഹത്വപ്പെടണം. Let the fragrance of the church be evident. ദൈവസഭ ദേശത്ത് സുഗന്ധം പരത്തട്ടെ. Let the anointing oil which flows, let it be evident, O God. കർത്താവേ ദൈവസഭയിൽ നിന്നും അഭിഷേകത്തിന്റെ തൈലം ഞങ്ങളുടെ ദേശത്തിലേക്ക് പകരപ്പെടട്ടെ, ഒഴുകട്ടെ. Let our young children, young brothers, sisters be moved in the Holy Spirit, O God. കർത്താവേ ഞങ്ങളുടെ യുവജനങ്ങൾ, ഞങ്ങളുടെ യുവതി യുവാക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങയുടെ അഭിഷേകത്താൽ നിറഞ്ഞ് ചലിക്കുവാനിടയാകട്ടെ. All for thy glory. എല്ലാം അങ്ങയുടെ In the മഹത്വത്തിനാക്കണമേ. name of Jesus, യേശുവിൻ നാമത്തിൽ we pray. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ, Amen. ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. വിശ്വാസത്തോടെ പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പാടുമ്പോൾ തന്നെ ഓഫറിംഗ് നമ്മൾ കൈക്കൊള്ളുന്നതായിരിക്കും. എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ആമേൻ. പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പറയാം, കർത്താവേ എന്നിൽ വന്ന് അങ്ങ് വാഴണമേ. ദൈവരാജ്യത്തിന് ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാകട്ടെ. നമുക്ക് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. കുരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. ആമേൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഇപ്പോൾ ഇരിക്കാം.
മനോഹരമായ ഗാനങ്ങൾ പാടി നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം സഹായിച്ചു. തുടർന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കായി നമുക്ക് വീണ്ടും നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് സംസാരിക്കട്ടെ. ഇന്ന് അനേകർ ഈ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്നത് കാണുന്നത് വളരെ സന്തോഷമാണ്. ഈ COVID-19 മഹാമാരിയുടെ ഈ കാലഘട്ടം നമ്മുടെ ആത്മീക തീക്ഷ്ണത ഒന്നുകൂടെ വർദ്ധിക്കുകയല്ലാതെ അത് കുറയുവാൻ ഒരിക്കലും ഇടയാകരുത്. ഓൺലൈനിലൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ആരാധന കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. കുറേ കഴിയുമ്പോൾ ചേർച്ചിൽ വരാനുള്ള ഫേസ് ടു ഫേസ് കൂട്ടായ്മ, ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ആ താല്പര്യം അതൊരിക്കലും നഷ്ടമാകരുത്. ദൈവം നമ്മെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധികം ഉത്സാഹമുള്ളവരാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കായി നമുക്കൊരുങ്ങാൻ ഞാൻ ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്ന ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളാണ്. The Gospel according to Matthew chapter 17 verses 14 to 18. മത്തായി സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അതിന് യേശു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. 17-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. ബ്രിങ് ഹിം unto me. നമ്മുടെ തലകൾ വണക്കി ഇന്നത്തെ വചന കേൾവിക്കായി നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. ബ്രദർ സജി മുൻപോട്ട് വന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവെ ഞങ്ങൾ ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, വിവിധ ഭവനത്തിലായിരുന്ന ഞങ്ങൾ കർത്താവെ രോഗത്തിൻ്റെതായ ആ ശക്തിയേറിയ ആ സമയങ്ങളിൽ പോലും കർത്താവെ നീ മാറാത്തവനെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളിൽ നിന്നും ചെറിയ കാര്യങ്ങളെ കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഞങ്ങളോട് പറയുന്ന ചില ചെറിയ കാര്യങ്ങൾ അതിൻ്റെ അഭിഷേകത്തിലൂടെ ഞങ്ങളിപ്പോൾ കേട്ടതുപോലെ കർത്താവെ നമ്മൾ ഹല്ലേലൂയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ കർത്താവെ നിൻ്റെ അഭിഷേകത്തിലൂടെ ഞങ്ങൾ കേട്ടല്ലോ. കർത്താവെ ഞങ്ങളോടൊരു ചെറിയ കാര്യം ആ ദൈവം പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ.
കർത്താവെ, ദൈവം അതിനുവേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. കർത്താവെ, ഒരുപാട് തെളിവുകൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. കർത്താവെ, മോശയോട് ദൈവം പറഞ്ഞു ചെങ്കടലിന് നേരെ നീ വടി നീട്ടാൻ. അതൊരു ചെറിയ കാര്യമായിരുന്നു. പക്ഷേ ദൈവം ചെയ്തത്, കർത്താവെ, അവർക്ക് വേണ്ടി വലിയൊരു കാര്യമാണ് ചെയ്തത്. ചെങ്കടലിനെ രണ്ടായി കീറി ദൈവം ആ ജനത്തെ മുഴുവൻ നടത്തിയൊരു ദൈവം. ഞങ്ങളുടെ പ്രാർത്ഥന ചെറുതാണെങ്കിലും എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വലുതായിരിക്കാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ വിശ്വാസ കണ്ണോടുകൂടെ ഞങ്ങൾക്കത് കാണുവാൻ, ആ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ചിലത് ചലിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുവാൻ, കർത്താവെ, മുമ്പിലുള്ള തടസ്സങ്ങളെ കർത്താവ് നീക്കിക്കൊണ്ട് മുന്നോട്ട് ഞങ്ങളെ കൊണ്ടുപോകുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് വന്നിരിക്കുന്ന ജനത്തെ മുഴുവൻ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ മേൽ ദൈവത്തിൻ്റെ അധികാരവും അഭിഷേകവും വെളിപ്പെടുവാൻ, അധികാരം ചുമക്കുന്നവരായി അവരെ മാറ്റുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരങ്ങളുടെ കെട്ടുകൾ പൊട്ടിമാറുവാൻ, ഹല്ലേലൂയ, അവർ ചെല്ലുന്ന ഭവനത്തിനകത്തൊരു അനുഗ്രഹമായി മാറുവാൻ, അവർ ചെല്ലുന്നിടത്ത് രോഗങ്ങൾ മാറിപ്പോകുവാൻ, അവർ ചെല്ലുന്നിടത്ത് കർത്താവിൻ്റെ വലിയ മഹത്വം വെളിപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ നാവായി, ദൈവത്തിൻ്റെ കരമായി, ദൈവത്തിൻ്റെ കണ്ണായി മാറുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളിപ്പോൾ കേട്ട വചനത്തെ പോലെ തന്നെ കർത്താവെ, ഹല്ലേലൂയ, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് പറയുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗം ഒരുങ്ങിയിരിക്കാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇന്ന് സ്തോത്ര വഴിപാടിലേക്ക് കൈനീട്ടി എല്ലാ കരങ്ങളെയും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ കൃപയും അവരുടെ മേൽ ഓരോരുത്തരുടെ മേലും ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വചനം സംസാരിക്കുവാൻ നിൻ്റെ മകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവെ, ശക്തമേറിയ ദൂതുകൾ ഞങ്ങളിൽ വെളിപ്പെട്ടു വരുവാൻ, ഞങ്ങൾ കേൾക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അത് പതിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുവാൻ, അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഭവനത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഏൽപ്പിക്കുന്ന കർത്താവെ, വരുവാൻ സാധിക്കാത്തവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അധികാരവും അഭിഷേകവും വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അന്ത്യകാലത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി മറുരൂപ മലയിൽ തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ആ മലയെക്കുറിച്ച് അറിയപ്പെടുന്നത് ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട്, മറുരൂപമല, യേശു ക്രിസ്തു രൂപാന്തരപ്പെട്ട മല എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. യേശുവും പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവർ മറുരൂപമലയിൽ അവർ പ്രാർത്ഥിപ്പാൻ പോയി. അവിടെ യേശുവും ഈ ശിഷ്യന്മാരുടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരുടെ മുമ്പാകെ യേശു രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു. അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി കണ്ടു. ഈ കാഴ്ച കണ്ട ശിഷ്യന്മാർ പത്രോസ് യേശുവിനോട് പറഞ്ഞു, നമുക്ക് 3 കുടിൽ ഇവിടെ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവും. അപ്പോൾ പ്രകാശമുള്ള ഒരു മേഘം അവരെ ചുറ്റി മിന്നി. ആ മേഘത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ആ ഭയങ്കര ദൈവമഹത്വത്തിൻ്റെ ദർശനം, ആ കാഴ്ച കണ്ട ശിഷ്യന്മാർ അവരും യേശുവും ഒരുമിച്ച് മലയിൽ നിന്ന് അവർ താഴ്വരയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യൻ ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് അവനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നാം ആണ് ഇവിടെ വായിച്ചത്. അവർ പുരുഷാരത്തിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഒരു മനുഷ്യൻ വന്ന് അവൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ, അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാത്ത കഷ്ടത്തിൽ ആയിപ്പോകുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ, അപേക്ഷയുടെ മുൻപിൽ യേശു പറഞ്ഞ വാക്ക്
എൻ്റെ ഉള്ളത്തെ വളരെ സന്തോഷിപ്പിച്ച ഒരു വാക്കാണ്. ബ്രിങ് ഹിം unto me. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. ഇന്നത്തെ ഈ ചിന്തയ്ക്ക് ഞാൻ കൊടുക്കുന്ന തലവാചകം, ടേക്ക് ഇറ്റ് ടു ജീസസ്. ബ്രിങ് ഹിം unto me and he is the remedy, solution for our problems. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഇന്ന് പകൽ നാം ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏത് തന്നെയായിരുന്നാലും അതിൻ്റെ പരിഹാരം യഥാർത്ഥത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നത് കർത്താവായ യേശുവിൻ്റെ പക്കലാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏത് വിഷയവും എത്ര സങ്കീർണമെന്ന് തോന്നിയാലും, ആർക്കും പരിഹരിപ്പാൻ കഴിയാത്തതെന്ന് തോന്നിയാലും, യേശുവിൻ്റെ അടുക്കലേക്ക് നാം അവ കൊണ്ടുവരുമെങ്കിൽ അവയ്ക്ക് പരിഹാരം യേശുവിൻ്റെ പക്കലുണ്ട്. Take them to Jesus. നമ്മുടെ ആ കാര്യങ്ങൾ ഏത് തന്നെയായിരുന്നാലും അത് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. നാം ഇവിടെ വായിക്കുന്നു, യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഈ മനുഷ്യൻ തൻ്റെ രോഗിയായ മകനെ കൊണ്ടുവന്നു. അതിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ, അത് മാനസികമായോ ആരോഗ്യപരമായോ അത് ഭൗതികമായോ ഏത് തരത്തിലുള്ള വിഷയങ്ങളുടെ മുഖത്ത് ഇന്ന് പകൽ നാം വന്നുപെട്ടവരായിരുന്നാലും ഞാൻ പറയുന്നു, മനുഷ്യർക്ക് പരിഹരിപ്പാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട്. വൈദ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗങ്ങളുണ്ട്. മനഃശാസ്ത്രജ്ഞന്മാർക്ക് നമ്മെ സഹായിപ്പാൻ കഴിയാത്ത മാനുഷികമായ വലിയ വ്യഥകൾ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ന് പകൽ നാം മനസ്സിലാക്കണം, ഈ ചന്ദ്രരോഗം പിടിച്ച ഈ മകൻ അവന്റെ ചെറുപ്പം മുതൽ അവൻ ഈ രോഗത്തിന് അധീനനാണ്, ഈ രോഗത്താൽ ബാധിതനാണ്. He was an epileptic. അവൻ ചന്ദ്രരോഗം പിടിച്ച മനുഷ്യനായി. ഈ മകനെ അവനെ ദിനം പ്രതി അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവനെ കെയർ ചെയ്യുക എന്നുള്ളത് ആ വീട്ടിലുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായ കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ അസുഖം അവനെ ബാധിക്കുമ്പോൾ അവൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണു വല്ലാത്ത കഷ്ടത്തിലാകുന്നു എന്നാണ് ഈ പിതാവിൻ്റെ യേശുവിനോടുള്ള പ്രാർത്ഥന. അതാണ്, അവൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീഴും, അവൻ വലിയ കഷ്ടത്തിലാകുന്നു. ഈ അസുഖം അവനെ ബാധിക്കുമ്പോൾ അവൻ നിലത്തു വീണ് അവൻ പല്ല് കടിച്ച് നുരച്ച് ആകെക്കൂടെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള വലിയ ഹൃദയവേദനയുടെ, ഹൃദയ തകർച്ചയുടെ, ആവശ്യബോധത്തിൻ്റെ മുഖത്ത് ഈ മനുഷ്യൻ തൻ്റെ മകനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. നാം 15-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ചന്ദ്രരോഗം പിടിച്ചവനാണ്. ഹീ ഈസ് ലുനാറ്റിക്. അവൻ ചന്ദ്രരോഗം പിടിച്ചവനാണ്. ആ കാലത്ത് ഈ രോഗം വളരെ അപമാനകരമായ ഒരു രോഗമാണ്. കാരണം ഈ ലുനാറ്റിക്, ചന്ദ്രരോഗം എന്ന് പറയുന്നത് ലുണാർ, ചന്ദ്രനോട് ബന്ധപ്പെട്ട ഒരു പേരിലാണ് ആ രോഗം അറിയപ്പെടുന്നത്. ചന്ദ്രനോട് ചെയ്ത പാപം
നിമിത്തം ഉണ്ടാകുന്ന രോഗമാണ് ചന്ദ്രരോഗം എന്ന് ആ കാലത്ത് ആളുകൾ വിശ്വസിച്ചു പോകുന്നു. ആ നിലയിൽ രോഗിയായ മനുഷ്യൻ, അവനെക്കുറിച്ച് വായിക്കുന്നത് ലൂക്കോസ് സുവിശേഷം 9:42 വായിക്കുന്നത്, ഈ മനുഷ്യനെ അലട്ടിയത് ഒരു അശുദ്ധാത്മാവായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാവ് അവനിൽ വ്യാപരിച്ച് അവന്റെ ജീവിതത്തെ വല്ലാത്ത കഷ്ടത്തിൽ ആക്കി തീർക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നു, അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. അവനെ നശിപ്പിക്കേണ്ടതിന്, ടു ഡിസ്ട്രോയ് ഹിം. ഇവിടെ നാം മനസ്സിലാക്കണം, ശത്രുവിന്റെ പ്രവൃത്തി നമ്മെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ കള്ളൻ വന്നത്. ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ. യേശുവിന്റെ ആ വാക്കുകൾ ഇവിടെ നാം ശ്രദ്ധിക്കണം. ശത്രുവിന്റെ ജോലി അറുക്കുക, മുടിക്കുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. ശത്രുവായ പിശാച്, ഒരു അൺക്ലീൻ സ്പിരിറ്റ്, അശുദ്ധാത്മാവ് ഇവനിൽ വ്യാപരിച്ചിട്ട് അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് എന്ന് പകൽക്കാലം യേശുവിന്റെ വാക്കുകൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. അറുപ്പാനും മുടിപ്പാനും നശിപ്പിപ്പാൻ കൊല്ലുവാനുമാണ് ശത്രുവായ പിശാച് പരിശ്രമിക്കുന്നത്. അവൻ ലോകത്തിൽ വന്നത് എങ്കിൽ യേശു ലോകത്തിലേക്ക് വന്നത്, യേശുവിന്റെ പ്രവൃത്തി നമുക്ക് ജീവൻ തരിക എന്നുള്ളതാണ്. അത് കേവലമായ ജീവനല്ല, സമൃദ്ധിയായ ജീവൻ തരിക. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഇന്ന് പകൽ ശത്രുവിന്റെ ബന്ധനങ്ങളിൽ അകപ്പെട്ട് ജീവിതത്തിൽ പലപ്പോഴും കഷ്ടത അനുഭവിക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽ ഈ ദൈവവചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പങ്കുവയ്ക്കുന്നു. നമ്മെ വിടുവിപ്പാൻ, നമ്മെ സൗഖ്യമാക്കുവാൻ, നമ്മെ സഹായിപ്പാൻ, നമ്മായിരിക്കുന്ന ഏത് ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് ഉദ്ധാരണം തരുവാൻ കർത്താവായ യേശുവിന് കഴിയും. അവൻ പറയുന്നു, ബ്രിങ് ഹിം ടു മീ. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും, അത് സാത്താന്യമാകട്ടെ, അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, യേശുവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ കാര്യങ്ങളെ ഇന്ന് പകൽ കൊണ്ടുവരിക. Take them to Jesus. നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഏത് സാഹചര്യങ്ങളിലൂടെയും നാം കടന്നു പോകുന്നവരായിരുന്നാൽ ഞാൻ പറയുന്നു, അവയെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. Take them to Jesus. He is the answer to our problems. നമ്മുടെ പ്രശ്നങ്ങളുടെ ഉത്തരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. നമ്മുടെ പ്രശ്നങ്ങളുടെ ഉത്തരം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഈ അസുഖം ഈ മകനെ ബാധിച്ചത് മർക്കോസ് സുവിശേഷം 9:21 വായിക്കുന്നു. യേശു ഈ ചന്ദ്രരോഗം പിടിച്ച ആ മകൻ്റെ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, ഇതവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന്, ചെറുപ്പം മുതൽ തന്നെ
എന്ന് പറഞ്ഞു. ദ ഡ്യൂറേഷൻ ഓഫ് അഫ്ലിക്ഷൻ. ശ്രദ്ധിക്കുക, അവന്റെ ചെറുപ്പം മുതൽ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന, ഈ കുടുംബം അനുഭവിക്കുന്ന, ഈ രോഗിയായ മകൻ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് ആ മകന്റെ ചെറുപ്പം മുതലാണ്. വളരെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നമാണ്, വളരെ വർഷങ്ങളായിട്ടുള്ള പ്രശ്നം. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ അലട്ടുന്ന വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അവയ്ക്ക് എത്ര പഴക്കമുണ്ടായിരുന്നാലും, അതെത്ര പഴയതായിരുന്നാലും, take them to Jesus. അവ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. നമുക്കറിയാം, തിരുവഴുത്തില് സുവിശേഷത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, 12 വർഷം രക്തസ്രവത്താൽ ബാധിക്കപ്പെട്ട സ്ത്രീ ഏറിയോരു വൈദ്യന്മാരാൽ താൻ ആ വൈദ്യന്മാരെ സമീപിച്ചിട്ടും ഒട്ടും ഭേദമാകാതെ ഏറ്റവും പരവശയായി തീർന്ന സ്ത്രീ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് അവൾ വിശ്വസിച്ച് വിശ്വാസത്താൽ യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നത് കാണുവാൻ കഴിയും. നാം പിന്നീട് കാണുന്നത് അവൾ ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായി തീരുന്നതാണ്. സ്തോത്രം. 38 ആണ്ട് രോഗിയായി ബെഥാസ്ത കുളക്കരയിൽ കിടന്ന ഒരു പാരലറ്റിക്കായ മനുഷ്യൻ, യേശു അവനെ കണ്ടു. യേശു അവനോട് ചോദിച്ചു, സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ? യേശുവിൻ്റെ ആ വാക്കുകൾ അവനിൽ പ്രത്യാശയുടെ ഒരു വലിയ ഒരു പ്രത്യാശ അവനിൽ വർദ്ധിപ്പിച്ച്, അവനിൽ പ്രത്യാശയുടെ ഒരു നാമ്പ് രൂപപ്പെടുവാൻ ഇടയായി തീർന്നു. ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ നാം കാണുന്നത് ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടക്കുന്നതായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര പഴകിയ വിഷയങ്ങളായിരുന്നാൽ, ചില കോർട്ട് കേസുകളായിരിക്കാം എന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു. വർഷങ്ങളായി നടത്തി വരും നീതിക്ക് വേണ്ടി ഉള്ള പോരാട്ടമായിരിക്കാം. ഇതുവരെ അതിന് ഒരു നീതിയായ ഒരു തീരുമാനം നമുക്ക് ലഭിക്കേണ്ട ഇടത്തു നിന്ന് ലഭിക്കാത്ത കാര്യമായിരിക്കാം. അല്ല, വർഷങ്ങളായി വീട്ടിൽ മാനസികമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാകാം. വർഷങ്ങളായി ശരീരത്തിൽ അനുഭവിക്കുന്ന വ്യാധിയാകാം, രോഗമാകാം. നാളുകളായി അലട്ടുന്ന ജീവിതത്തിന്റെ ഞെരുക്കങ്ങളാകാം. ഏതുമാകട്ടെ എന്ന് പകൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, ടേക്ക് ദം ടു ജീസസ്. യേശുവിന്റെ അടുക്കലേക്ക് അവ കൊണ്ടുവരിക. അവിടുത്തെ പക്കൽ നീക്കുപോക്കുണ്ട്, അവിടുത്തെ പക്കൽ പരിഹാരമുണ്ട്. അവിടുന്ന് എത്ര പഴക്കമുള്ള വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് കഴിയും. സ്തോത്രം. ഈ ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ പറയുന്നത് കുറഞ്ഞ പേർക്കുള്ള ഒരു കാര്യമല്ല, ഇത് സാർവത്രികമായി എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കുമുള്ള കാര്യങ്ങൾ വിവിധ നിലകളിലായിരിക്കും ഓരോരുത്തരും ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. വിവിധ തരങ്ങളിലായിരിക്കും, വിവിധ നിലകളിലായിരിക്കും. പക്ഷെ എല്ലാവർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നമുക്കറിയാം, പലരും തങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന്, ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് അതിൽ നിന്ന് മോചിതരാകുവാൻ ആഗ്രഹിക്കുന്നത്,
അതിനുവേണ്ടി അവർ അവലംബിക്കുന്ന മാർഗങ്ങളുണ്ട്. ചിലർ കടുത്ത മദ്യപാനികളായി മാറുന്നത് പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന് വേണ്ടിയാണ്. ചിലർ മയക്കുമരുന്നുകൾക്ക് അടിമകളായി തീരുന്ന, അഡിക്റ്റഡായി തീരുന്നത്, അസക്തരായി മാറുന്നത് അവർ ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന് വേണ്ടിയാണ്. ചിലർ തങ്ങളുടെ ബുദ്ധിമുട്ടുകളെ അവർ പർവ്വതീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ പ്രശ്നത്തെ, ഒരു ചെറിയ കുന്നിനെ വലിയ പർവ്വതമായി ചിത്രീകരിക്കുന്നത് പോലെ നമ്മുടെ പ്രശ്നങ്ങളെ പർവ്വതീകരിക്കുന്ന ആ ഒരു പ്രവണതയും നമ്മളിൽ കാണാറുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ എന്ന് നമുക്ക് കഴിയണമെങ്കിൽ ഈ മനുഷ്യൻ, ഈ ചന്ദ്രരോഗം പിടിച്ച ഈ മകന്റെ പിതാവ്, അവൻ ആ വിഷയവുമായിട്ട് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നു. യേശുവിനോട് അവൻ പറയുക, മത്തായി സുവിശേഷം 17:15, കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ. എൻ്റെ മകനോട്, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണം. ലോർഡ്, have mercy on me. എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ എൻ്റെ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. 17:16. And they could not heal him. അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഈ മനുഷ്യൻ യേശുവിനെ വിളിക്കുന്നത് ശ്രദ്ധിക്കുക, കർത്താവേ, എന്നോട് കരുണയുണ്ടാകണം. ലോർഡ്, have mercy on me. ലോർഡ് എന്ന ആ വാക്ക്, കർത്താവേ എന്ന ആ വാക്കിൻ്റെ ഒറിജിനൽ മൂലപദം എന്ന് പറയുന്നത് ഗ്രീക്കിൽ കൂറിയോസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂറിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വൺ ഇൻ അതോറിറ്റി, അധികാരത്തിലുള്ളവൻ എന്നാണ് കർത്താവേ എന്ന ആ വാക്കിൻ്റെ അർത്ഥം. ഇന്ന് പകൽ ഞാനും നിങ്ങളും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കണം. ഹി ഈസ് ദ വൺ ഇൻ അതോറിറ്റി, അധികാരത്തിലുള്ളവനാണ്. ഈ രോഗശക്തികളുടെ മേൽ, ഈ അശുദ്ധാത്മാക്കളുടെ മേൽ, ഈ പഴകിയ രോഗത്തിന്റെ മേൽ, ഈ പഴക്കം ചെന്ന പ്രശ്നത്തിന്റെ മേൽ, സകല സാഹചര്യങ്ങളുടെ മേലും ദൈവമേ, അങ്ങാണ് അധികാരമുള്ളവൻ. ഇന്ന് പകൽ ആ തിരിച്ചറിവിന് നമ്മുടെ ഉള്ളത്തെ സന്തോഷിപ്പിക്കട്ടെ. യേശുവിൻ്റെ അടുക്കലേക്ക് നമ്മുടെ കാര്യങ്ങളുമായി അടുത്തു വരുവാൻ നമുക്ക് ധൈര്യം പകരട്ടെ. ഹി ഈസ് ദ വൺ ഇൻ അതോറിറ്റി. മാത്രമല്ല, നമ്മുടെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഇന്ന് പകൽ അവന്റെ അധികാരത്തിന്റെ കീഴിലാണ് ഞാനും നിങ്ങളും എന്ന് നാം തിരിച്ചറിയണം. ഒരിക്കൽ ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാനും അധികാരത്തിന്റെ കീഴിലുള്ള മനുഷ്യനാണ്, എന്നാൽ എൻ്റെ അധികാരത്തിന് പരിധിയുണ്ട്, നിന്റെ അധികാരത്തിന് പരിധിയില്ല. സ്തോത്രം. എനിക്കും നിങ്ങൾക്കും ചെയ്യാവുന്നതിന് നമ്മുടെ കഴിവുകൾക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത, പരിമിതിയില്ലാത്ത അധികാരമുള്ള കർത്താവായ യേശുവിനെയാണ് ഇന്ന് പകൽ നാം ആരാധിക്കുന്നത്. ആ യേശുവാണ് നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ അവൻ അധികാരമുണ്ട്. നമ്മുടെ പഴകിയ രോഗങ്ങളുടെ മേൽ, രോഗശക്തികളുടെ മേൽ, അശുദ്ധാത്മാക്കളുടെ മേൽ, അതിൻ്റെ
പോരുകളുടെ മേൽ നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ ശക്തികളുടെ മേൽ ഇന്ന് പകൽ യേശുവിന് അധികാരമുണ്ട്. ആ തിരിച്ചറിവ് നമ്മുടെ ഉള്ളത്തെ ഭരിക്കട്ടെ. നമ്മുടെ കർത്താവ് അധികാരമുള്ളവനാണ്. അവിടുത്തെ അധികാരത്തിന് പുറത്തുള്ള ഒന്നുമില്ല. സകലവും അവിടുത്തെ അധികാരത്തിന്റെ പരിധിക്ക് ഉള്ളിലാണ്, ഏതു വിഷയമായിരുന്നാലും. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ബ്രിങ് ഹിം അൺടു മീ, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എന്ത് പകൽക്കാലം നമ്മുടെ വിഷയമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വസ്ഥതയെ കെടുത്തുന്ന, നമ്മെ ഭാരപ്പെടുത്തുന്ന, നമ്മെ അസ്വസ്ഥമാക്കുന്ന, നമ്മളെ വർഷങ്ങളായി നമ്മുടെ കുടുംബാന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കുന്ന, നമ്മുടെ ജീവിതത്തെ വലിയ ദുരിതപൂർണമാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏതുമാകട്ടെ എന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ടേക്ക് ഇറ്റ് ടു ജീസസ്. യേശുവിന്റെ അടുക്കലേക്ക് ആ കാര്യവുമായി വരിക. സ്തോത്രം. ഈ മനുഷ്യൻ വന്ന് യേശുവിനെ വിളിക്കുന്നു കർത്താവേ. ഇവിടെ ആ മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കർത്താവുമായിട്ട് അവൻ തുടങ്ങിയ ആ ഒരു ബന്ധമാണ്. അവൻ യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കുകയാണ്. കർത്താവെന്ന് അംഗീകരിക്കുകയാണ്. The mastery of our difficulty begins with a relationship with Jesus. നമ്മുടെ പ്രശ്നങ്ങളുടെ അതിജീവനം എന്ന് പറയുന്നത്, പരിഹാരം എന്ന് പറയുന്നത് നാം കർത്താവുമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ബന്ധമാണ്. എന്ന് പകൽ അങ്ങനെയെങ്കിൽ യേശുവിനെ കർത്താവായി ജീവിതത്തിൽ വിശുദ്ധീകരിച്ചിരിക്കുന്ന ദൈവമക്കൾ അതുവഴി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അവിടുത്തെ പക്കൽ നിന്ന് നമുക്ക് പ്രാപിപ്പാൻ തക്കവണ്ണം കഴിയും. യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ വിശുദ്ധീകരിച്ചിരിക്കുന്ന ദൈവമക്കൾക്ക് ഈ ധൈര്യമുണ്ട്. കാരണം യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ കാര്യങ്ങളുടെ മേൽ അധികാരമുള്ളവനാണ് എൻ്റെ യേശു. അവിടുത്തെ പക്കൽ എൻ്റെ വിഷയങ്ങൾക്ക് നീക്കുപോക്കുണ്ട് എന്ന് അങ്ങനെയുള്ളവർക്ക് തിട്ടപ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം, സ്തോത്രം. യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ. Bring him unto me. And that was the remedy for the lunatic boy. ഈ ചന്ദ്രരോഗം പിടിച്ച മകന് ഉള്ള അവൻ്റെ ആ രോഗത്തിൻ്റെ പരിഹാരമെന്ന് പറയുന്നത് യേശുവിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇന്ന് പകൽ ഞാൻ പറയുന്നു, നമ്മുടെയും ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളുടെയും പരിഹാരം ആ വിഷയം യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നുള്ളത്. സ്തോത്രം. നമ്മോട് വായിക്കുന്നത് കർത്താവ് അതിൻ്റെ 16-ാം വാക്യം, യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം 5-ാം വാക്യത്തിൽ യേശു ആ അശുദ്ധാത്മാവിനോട് കൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു. 25-ാം വാക്യം, മർക്കോസ് 9-ന്റെ 25-ാം വാക്യം അവിടെ വായിക്കുന്നു, അപ്പോൾ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും
ശകടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. സ്തോത്രം. യേശു പറഞ്ഞ ആ വാക്ക് എന്നെ വളരെ ധൈര്യപ്പെടുത്തി. എൻ്റർ നോ മോർ ഇൻടു ഹിം, ഇനി അവനിൽ കടക്കരുത്. സ്തോത്രം. യേശു ഇവന് നൽകിയ സൗഖ്യം അത് താൽക്കാലികമായിരുന്നില്ല. The removal of that unclean spirit was not a temporary removal. ആ അശുദ്ധാത്മാവിനെ ആ ചന്ദ്രരോഗം പിടിച്ച മനുഷ്യനിൽ നിന്ന്, ആ മകനിൽ നിന്ന് യേശു കൽപ്പിച്ച് അകറ്റിയത്, പുറത്താക്കിയത് അത് താൽക്കാലികമായിരുന്നില്ല. ആ സൗഖ്യം താൽക്കാലികമായിരുന്നില്ല. ഇറ്റ് വാസ് പെർമനന്റ്. അത് സ്ഥിരമായിട്ടുള്ളതായിരുന്നു. യേശു പറയുകയാണ്, ഇവനിൽ ഇനി കടക്കരുത്, അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥകളിലും, ഏത് നിലകളിലും, ഏത് സാഹചര്യത്തിൽ നമ്മെ അസ്വസ്ഥമാക്കുന്ന, നമ്മെ രോഗികളാക്കുന്ന, നമ്മുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന, നമ്മുടെ ജീവിതത്തെ ദുരന്തപൂർണവും കയ്പുമുള്ളതാക്കി മാറ്റുന്ന വിഷയങ്ങളോട്, അതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തികളോട് ഇന്ന് പകൽക്കാലം ആ കൽപ്പിക്കുവാൻ അധികാരമുള്ള യേശു ആ അശുദ്ധാത്മാവിനോട് കൽപ്പിക്കുകയാണ്, ഇനി അവനിൽ കടക്കരുത്. സ്തോത്രം. Enter no more into him. അവന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് അധികാരമില്ല. ആ കുടുംബത്തിൽ ഇനി നിനക്ക് പ്രവേശനമില്ല. ആ വ്യക്തിയുടെ മേൽ ഇനി നിനക്ക് അധികാരമില്ല. ഇത് കൽപ്പിക്കുവാൻ കഴിയുന്നവൻ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, നമ്മളെ അലട്ടുന്ന വിഷയങ്ങൾ ഏതു തന്നെയായിരുന്നാലും take them to Jesus. അവയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരിക. സ്തോത്രം. മർക്കോസ് സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 27-ാം വാക്യം ഇവിടെ നിന്ന് വായിക്കുന്നത്, ഈ അശുദ്ധാത്മാവ് യേശുവിന്റെ വാക്കിൽ അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി, മരിച്ചുപോയി എന്ന് പലരും പറയുവാൻ തക്കവണ്ണം അവൻ മരിച്ച പോലെയായി. അതിന്റെ 27-ാം വാക്യം, അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു. Jesus took him up by the hand and lifted him up and he arose. യേശു അവനെ കൈക്ക് പിടിച്ച് ഉയർത്തി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവൻ എഴുന്നേറ്റു. ഞാൻ നിങ്ങളോട് പറയട്ടെ, the devil is in the business of throwing down. Christ is in the business of raising up. പിശാച് നമ്മെ വലിച്ചെറിയുമ്പോൾ, പിശാച് നമ്മെ വീഴ്ത്തുവാൻ ശ്രമിക്കുമ്പോൾ, ശത്രുവായ പിശാച് നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ, യേശു ചെയ്യുന്നത് നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, നമ്മെ ഉയർത്തുന്ന,
നമ്മെ കൈ പിടിച്ചുയർത്തുന്ന ബിസിനസ്സിലാണ് എന്റെയും നിങ്ങളുടെയും കർത്താവ്. നമ്മുടെ കർത്താവ് ആ ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ശത്രുവിന്റെ ജോലി നമ്മെ ഇല്ലായ്മ വരുത്തുക എന്നുള്ളതാണ്, നമ്മെ തകർക്കുക എന്നതാണ്. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മെ പണിയുക എന്നുള്ളതാണ്, നമ്മെ തള്ളിയിടുക എന്നുള്ളതാ ശത്രുവിന്റെ ലക്ഷ്യം. എന്നാൽ നമ്മെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാ നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയ നാളുകളിൽ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയുവാൻ കഴിയും. ഞാൻ വീഴുവാൻ, സങ്കീർത്തനക്കാരൻ പറയാ, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും കർത്താവിൻ്റെ കരമാണ് നമ്മെ താങ്ങിയത്. എത്ര സന്ദർഭങ്ങൾ നാം നിലം പരിചാകമായിരുന്നു, നാം തകർന്നു പോകാമായിരുന്നു, നമ്മെ വീഴ്ത്തിക്കളയാമായിരുന്നു, നമ്മെ ഇല്ലായ്മ വരുത്താമായിരുന്നു. സ്തോത്രം. എന്നാൽ അവിടെയൊക്കെ നമ്മുടെ സഹായമായി എത്തിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവല്ലേ. സ്തോത്രം. നമ്മെ വലിച്ചെറിയുവാൻ, നമ്മെ പറിച്ചു കളയുവാൻ, നമ്മെ നിർമൂലമാക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ എന്ന് പകൽ നമ്മെ പണിയുന്ന, നമ്മെ വളർത്തുന്ന, നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന, തന്റെ ഹിതത്തിലേക്ക് നമ്മെ വലം കൈപിടിച്ച് നടത്തുന്ന വാഴ്ത്തപ്പെട്ട കർത്താവിനെയാ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. അവനെ അതിൻ്റെ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ വരുമ്പോൾ തന്നെ ഭൂതം അവനെ തള്ളിയിട്ട് പിടപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു, ബാലനെ സൗഖ്യമാക്കി, അപ്പനെ ഏൽപ്പിച്ചു. സ്തോത്രം. ജീസസ് delivered him again to his father. യേശു അവനെ വിടുവിച്ച് ആ മകനെ അപ്പന്റെ പക്കൽ ഏൽപ്പിച്ചു. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കുക. Christ is the one who restores home. Christ is the one who restores the home. നമ്മുടെ വീടിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന, നമ്മുടെ വീട്ടിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്ന, നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ അസ്വസ്ഥമാക്കുന്ന ആ വിഷയങ്ങളുടെ മേൽ പരിഹാരം വരുത്തി നമ്മുടെ വീട്ടിനെ യഥാസ്ഥാനപ്പെടുത്തുവാൻ കഴിയുന്നവൻ കർത്താവായ യേശു. ഈ വീടിനെ നമ്മൾ നോക്കുക. ഈ പ്രശ്ന നിമിത്തം ആ വീടാകെ അസ്വസ്ഥമായിരുന്നു, ആ വീട് തകർന്ന അനുഭവത്തിലായിരുന്നു. This home had been torn apart with great troubles because of the devil. പിശാചിനാൽ ഈ കുടുംബം പിച്ചി ചീന്തപ്പെട്ട അവസ്ഥയായി. ഈ കുടുംബത്തിന്റെ സമാധാനം പിച്ചി ചീന്തപ്പെട്ട നിലയിലായിരുന്നു. കാരണം ആ വീട്ടിൽ ജനിച്ചു വളർന്ന ആ മകൻ, അവന് പിശാചു വരുത്തുന്ന ഈ വല്ലാത്ത ഈ ബുദ്ധിമുട്ട് നിമിത്തം അത് അവനെ പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു. അവനെ നിലത്ത് വീണ് അവൻ പല്ല് കടിച്ച് നുരയിക്കുന്ന ആകെക്കൂടെ അസ്വസ്ഥമായ ഒരു അന്തരീക്ഷം. ആ കുടുംബത്തിൽ എന്ത് സമാധാനമാണ്, സന്തോഷമാണ് ഉണ്ടാകുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. This home had been torn apart with the great troubles because of the devil. പിശാച് നിമിത്തം, പിശാചിനാൽ ഈ കുടുംബത്തിൻ്റെ സമാധാനം, സ്വസ്ഥത എല്ലാം പിച്ചി ചീന്തപ്പെട്ടിരിക്കുകയായിരുന്നു.
അവിടെയാണ് യേശു ആ വീടിന് സമാധാനം വരുത്തി അവരെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് അവരെ അനുഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കുടുംബം, അന്തരീക്ഷം നിങ്ങളുടെ സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ഒക്കെ പിച്ച് ചീന്തപ്പെടുന്ന അനുഭവത്തിലാണോ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ മനസ്സ് പിച്ച് ചീന്തി അസ്വസ്ഥമാക്കുന്ന ജീവിത സാഹചര്യങ്ങളാണോ? Take it to Jesus. അത് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. യേശു പറഞ്ഞു, bring him unto me. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. യേശു ആ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തി. ആ കുടുംബം ദൈവം ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ സമൃദ്ധി അനുഭവിപ്പാൻ ദൈവം സംഗതി വരുത്തി. ദൈവം ആഗ്രഹിക്കുന്ന സൗഖ്യ സമൃദ്ധി ആ കുടുംബം അനുഭവിപ്പാൻ ദൈവം സംഗതി വരുത്തി. സമൂഹത്തിന്റെ മധ്യേ അവർ അപമാനിതരായിരുന്നു. എന്നാൽ ദൈവം അവരുടെ മഹത്വമായി വെളിപ്പെട്ടു. ഇന്ന് പകൽ യേശു നമ്മുടെ മഹത്വമായി വെളിപ്പെടുവാൻ, നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, നമ്മുടെ അസ്വസ്ഥമായ മനസ്സുകൾക്ക് സ്വസ്ഥത വരുത്തുവാൻ, നമ്മുടെ കാര്യങ്ങളെ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. Bring him unto me. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. യേശു ഇന്ന് പകൽ ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, whatever might be your difficulty, നാം അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഏത് തന്നെ ആയിരുന്നാലും, take it to Jesus. യേശുവിൻ്റെ അടുക്കലേക്ക് അത് കൊണ്ടുവരിക. ഇന്ന് പകൽ അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അവൻ നമുക്ക് സമാധാന സമൃദ്ധി നൽകി നമ്മെ ഇന്ന് പകൽ സന്തോഷത്തോടെ മടക്കി അയക്കും. അവൻ നമുക്ക് സൗഖ്യ സമൃദ്ധി നൽകി ആരോഗ്യത്തോടെ കർത്താവിനെ സേവിപ്പാൻ അവൻ നമുക്ക് സംഗതി വരുത്തും. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വർഷങ്ങൾ പഴക്കമുള്ള രോഗമായിരുന്നാലും, എത്ര വർഷങ്ങൾ പഴകിയ വിഷയങ്ങളായിരുന്നാലും, ഇന്ന് പകൽക്കാലം അതെല്ലാം നന്നായി കൈകാര്യം ചെയ്യുവാൻ അധികാരമുള്ളവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അവിടുത്തെ പക്കലേക്ക് നമ്മുടെ കാര്യങ്ങളുമായി നമുക്ക് അടുത്തു വരാം. Take them to Jesus. കർത്താവിൻ്റെ ദാസന്മാർ മുൻപോട്ട് കടന്നു വരുന്ന ഒരു പാട്ടിൻ്റെ 1-2 ഷാൻസ് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനന്തരം ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകാൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചേർന്ന് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. അറിയുക, യേശുവിനെ നാം കർത്താവെന്ന് വിളിക്കുമ്പോൾ നാം പറയുന്നത് ഇതാണ്: ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുള്ളവൻ അങ്ങാണ്. എൻ്റെ സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ളവൻ അങ്ങാണ്. He is the one in authority. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അധികാരമുള്ളവൻ, നമ്മുടെ സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, ശത്രുവിന്റെ ശക്തികളുടെ മേൽ അധികാരമുള്ളവൻ, രോഗത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മരണകരമായ വിഷയങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, ഹല്ലേലൂയ, അശുദ്ധാത്മ വ്യാപാരങ്ങളുടെ മേലും ഇന്ന് പകൽ അധികാരമുള്ളവൻ. ആ കർത്താവിന്റെ അടുക്കൽ നമ്മുടെ കാര്യങ്ങളുമായി അടുത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ നാമം, യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശുവെന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവെന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, ആമേൻ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, ആമേൻ യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിനെ വീണ്ടെടുത്തു. യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം സൗഖ്യമായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നീങ്ങിപ്പോയി നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമം. ഹല്ലേലൂയ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ, മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ, സൗഖ്യമായി എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ആമേൻ 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 ഹല്ലേലൂയ ആമേൻ. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ വണക്കാം. പ്രത്യേക പ്രാർത്ഥന ആവശ്യമുള്ളവർ തങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങളുടെ ജീവന്റെ മേൽ അധികാരമുള്ളവനെ, ഞങ്ങളുടെ സാഹചര്യങ്ങളുടെ മേൽ അധികാരമുള്ള കർത്താവേ, സകല രോഗശക്തികളുടെ മേലും അശുദ്ധാത്മ വ്യാപാരങ്ങളുടെ മേൽ സകല പൈശാചിക ദുഷ്ടപ്പോരുകളുടെ മേലും ഇന്ന് പകൽ അധികാരമുള്ള യേശുവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കാര്യങ്ങളുമായി ഞങ്ങൾ അടുത്തു വരുന്നു.
ഇന്ന് പകൽ അങ്ങയുടെ മുൻപാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് അങ്ങയുടെ പക്കൽ നിന്ന് കരുണ തേടി അങ്ങയോട് പ്രാർത്ഥിക്കുന്ന നിന്റെ ജനത്തിനു വേണ്ടി അവിടുത്തെ കരം അനുഗ്രഹമായി, സൗഖ്യമായി, ആശ്വാസമായി, യഥാസ്ഥാനപ്പെടാനായി ഇപ്പോൾ വെളിപ്പെടേണ്ടതിന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥത അസ്വസ്ഥത അനുഭവിക്കുന്നവർ, തങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ കടുത്ത സമ്മർദ്ദങ്ങൾ പേറുന്നവർ, കർത്താവേ വർഷങ്ങളായി ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും കെട്ടുപോകുന്ന നിലയിൽ കഷ്ടമനുഭവിക്കുന്ന നിന്റെ ജനത്തിന് ഇന്ന് പകൽ അവിടുന്ന് സൗഖ്യമായി, അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമായി അവിടുന്ന് വെളിപ്പെട്ടു വന്നിരിക്കുകയാൽ സ്തോത്രം. നിന്റെ ജനത്തെ അവിടുന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. സൗഖ്യമാക്കുന്ന കരം ഇന്ന് പകൽ നിന്റെ ജനത്തിന്റെ മേൽ വരട്ടെ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് യഥാസ്ഥാനം വരുത്തുന്ന ദൈവമായിരിക്കയാൽ സ്തോത്രം. നിന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി സമാധാനത്തോടെ അങ്ങ് കാക്കണമേ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപ നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ.